നിങ്ങളുടെ എല്ലാം MSCPയുടെ വലിയ നേതാവായിരുന്ന KS ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാധനം അപ്പൊ എല്ലാം DC ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരിക്കൽ കൂടി അപ്രിയ പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് നമ്മുടെ മുതിർന്ന സഖാവും ജനപ്രിയ കവിയുമായ ജി സുധാകരൻ മാഷ്. ഈ പ്രാവശ്യത്തെ അപ്രിയ സത്യം ഇച്ചിര കടന്ന കളിയായി പോയി കേട്ടോ. വർഷം 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ വക്കം പുരുഷോത്തമനും LDFന്റെ KV ദേവദാസും മത്സരിക്കുന്നു. CPMന്റെ സർവീസ് സംഘടനയായ NGO യൂണിയനുകാർ ആരെങ്കിലും കൂടെ നിന്ന് കാല് വാരിയിട്ടുണ്ടോ എന്നറിയാൻ സുധാകരൻ സഖാവിന് ഒരു ഉൾപ്രേരണ. ആ ഉൾപ്രേരണ നിമിത്തം പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിക്കുന്നു. പൊട്ടിച്ചപ്പം ഇട്ടൂപ്പ് ഞെട്ടിയെന്ന് പറയും പോലെ സുധാകരൻ സഖാവും ഞെട്ടി. 15% പേർ വോട്ട് ചെയ്തിരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിക്കാണത്രേ. സഖാവ് വിടുവോ? എല്ലാം അങ്ങോട്ട് കുത്തിയിരുന്ന് തിരുത്തിയിരിക്കണത്രേ. ഹോ, മരിച്ചാലും മറക്കാനാവാത്ത ഒരു അനുഭവമായി പോയത്. അതുകൊണ്ടായിരിക്കാം 36 വർഷം മുമ്പ് നടന്ന ഈ സംഭവം ആ ലോല ഹൃദയത്തെ ഇപ്പോൾ തരളിതനാക്കിയത്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ പ്രതികരണം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കവിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസുകാർ അവരിതിലും വലുത് ഇനിയും വരാനുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കടുത്ത ലംഘനമാണെന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുന്നു. നമ്മുടെ സുധാകരൻ മാഷ് ഒരു ഭയവും ഇല്ല. കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല. പ്രസംഗത്തിനിടെ അല്പം ഭാവന കൂടി പോയതാണെന്ന്. അത് ന്യായം. ഒരു ജനകീയ കവിയുടെ ഭാവനയ്ക്ക് അതിരിടാൻ ആർക്കാണ് അവകാശം? അദ്ദേഹം ഭാവനാരഥത്തിലേറി ചക്രവാള സീമയ്ക്കും അപ്പുറം ധ്യാനലീനമിരുന്ന് പുതുകവിതകൾ രചിക്കട്ടെ. അങ്ങനെ ജനങ്ങൾ ജനാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യം നീണാൾ വാഴട്ടെ.